ഹൈ ഗായ്സ്, വെൽക്കം ടു മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലോഗിനെ കുറിച്ചാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്, ട്യൂട്ടോറിയൽ അല്ല. അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ കാണുന്ന രസം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എനിവേ, നിങ്ങൾ കളർ ഗ്രേഡിങ് സീരിയസ് ആയിട്ട് കാണുന്ന ആളാണെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷണൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇമേജ് ഫോം ചെയ്യുന്ന പൈപ്പ് ലൈനിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ്. പിന്നീട് ക്രോമ സബ് സാമ്പിളിംഗ്, 422, 420, H264, H265, കളർ സ്പേസ്, ഗാമ, ഇങ്ങനെ കുറേ ടേംസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യാം. നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 3 ടോപ്പിക്സ് ആണ്. അതിലൊന്ന് ലോഗ് എൻകോഡിങ്, ലോഗ് പ്രൊഫൈൽസ് എങ്ങനെയാണ് സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യുന്നത്, ലോഗ് പ്രൊഫൈലിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ ക്യാമറ എങ്ങനെയാണ് സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് ഷാഡോസിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഹൈലൈറ്റ്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇതെങ്ങനെയാണ് ക്യാമറ പ്രോസസ്സ് ചെയ്യുന്നത്. രണ്ടാമത്, എന്തുകൊണ്ട് ഈ പ്രൊഫൈലിന് ഈ പേര് വന്നു, ലോഗ് എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണ്. മൂന്നാമത്, CST, നമ്മൾ ലോഗ് സ്റ്റേറ്റിൽ ഷൂട്ട് ചെയ്ത ഒരു ഇമേജിൽ നമ്മൾ CST അപ്ലൈ ചെയ്യും, കളർ സ്പേസ് ട്രാൻസ്ഫോം. ഇവിടെ ഞാൻ S-Log3 Rec 709 കൺവേർട്ട് ചെയ്യാണ്, ഗാമ 2.4. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നോർമൽ സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് കവർ ചെയ്യാം. ലോഗ് പ്രൊഫൈൽസ് എങ്ങനെയാണ് ഇമേജ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ക്യാമറേൻ്റെ സെൻസറിലേക്ക് ലൈറ്റ് വരുമ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റും ഷാഡോസിലുള്ള ലൈറ്റും എങ്ങനെയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് ഇവിടെ 2 ക്ലിപ്സ് ഉണ്ട്. ഇത് Rec 709, അതായത് ഒരു ക്യാമറേൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇത് സെയിം ക്ലിപ്പ്, പക്ഷേ ഇത് ലോഗ് പ്രൊഫൈലിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഓക്കെ, 2 ക്ലിപ്പുകളാണ് ഉള്ളത്. നമ്മൾ ആദ്യം ലോഗ് ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റില്ല് ഗ്രാബ് ചെയ്തു. എന്നിട്ട് സ്റ്റാൻഡേർഡ് ക്ലിപ്പിലേക്ക് പോയിട്ട് നമ്മൾ ആ ഇമേജ് വൈപ്പ് ചെയ്യണം. ഈ വീഡിയോ അനലൈസ് ചെയ്യുന്ന സമയത്ത് വേവ് ഫോം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇമേജിൻ്റെ ബ്രൈറ്റായ പാർട്ടാണ് ഇവിടെ, ഡാർക്കായ പാർട്ട് ഇവിടെ. സോ സ്ക്രീനിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊഫൈലിലെടുത്ത വീഡിയോയും ലോഗിലെടുത്ത വീഡിയോയും ഒരുമിച്ച് കാണാൻ പറ്റും. വേവ് ഫോമിൽ അതേപോലെ കാണാം. ഈ ബ്രൈറ്റായിട്ടുള്ള പാർട്ടാണ് ഇവിടെ ഈ കാണുന്ന ലൈൻ, ആൻഡ് ലോഗ് പ്രൊഫൈലിലെ ലൈനാണ് ഇപ്പോൾ വേവ് ഫോമിലെ സർക്കിൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് ബ്ലാക്ക് പോയിൻറ്റ്. സ്റ്റാൻഡേർഡ് പ്രൊഫൈലിൽ അത് ഏകദേശം ബ്ലാക്കിൻ്റെ അടുത്തെത്തി, പക്ഷേ ലോഗ് പ്രൊഫൈലിൽ അത് ഒരു 20ൻ്റെ താഴെയാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് പ്രൊഫൈലിലെടുത്ത വീഡിയോ ലോഗ് പ്രൊഫൈലായിട്ട് മാച്ച് ചെയ്യാൻ പോവുകയാണ്, അതായത് ബ്രൈറ്റ്നസ്സിൻ്റെ ലെവലിൽ മാത്രം. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ കേർവ്സ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. കേർവ്സിൽ പോയിട്ട് ഞാൻ എൻ്റെ ബ്ലാക്ക് പോയിൻറ്റ്സ് ലിഫ്റ്റ് അപ്പ് ചെയ്തു. എൻ്റെ ഹൈലൈറ്റ്സ് ഞാൻ താഴ്ത്തുകയാണ്. ആൻഡ് ഈ ഒരു പോർഷൻ നമുക്ക് മാച്ച് ചെയ്യാനുണ്ട്. സോ നമുക്ക് വേവ് ഫോമിൽ ഇപ്പോൾ 2 ഇമേജ് ഒരേപോലെ ആയി. ഹൈലൈറ്റ്സ് കുറച്ചുകൂടെ. ഓക്കെ, നൗ ഇപ്പോൾ 2 ഇമേജ് കാണാനും ഏകദേശം ഒരേപോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കേർവ് അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊഫൈലിലെടുത്ത വീഡിയോ ലോഗ് വീഡിയോ പോലെ ആയിട്ട് കാണുന്നുണ്ട്. നമ്മളിവിടെ എന്താണ് ചെയ്തത്, നമ്മൾ ഷാഡോസ് ലിഫ്റ്റപ്പ് ചെയ്തു, ഹൈലൈറ്റ്സ് താഴ്ത്തി. ഒരു ലോഗ് ഇമേജിനോട് ഏകദേശം നമ്മൾ ബ്രൈറ്റ്നസ് ലെവൽസിൽ മാച്ച് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വേവ് ഫോം ഒന്നുകൂടെ നോക്കാം. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഹൈലൈറ്റ്സ് നമ്മൾ താഴ്ത്തി ലോഗിനോട് മാച്ച് ചെയ്തു. ഷാഡോസ് നമ്മൾ ലിഫ്റ്റപ്പ് ചെയ്ത് ലോഗിനോട് ഏകദേശം മാച്ച് ചെയ്തു. ഇത് Rec 709 വീഡിയോയിൽ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ആ വീഡിയോയ്ക്ക് ലോഗിൻ്റെ ക്വാളിറ്റി കിട്ടാനോ അല്ലെങ്കിൽ അത്രയും ഫ്ലെക്സിബിലിറ്റി കിട്ടാനൊന്നും പോണില്ല. നമ്മളിത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇനി ഇതേ രീതിയിൽ ക്യാമറ ബ്രൈറ്റ്നസ് ലെവൽസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. അതായത് സെൻസറിൽ ലൈറ്റ് വരുന്നു, റിസീവ് ചെയ്ത ലൈറ്റിൻ്റെ ഷാഡോസ് ലിഫ്റ്റപ്പ് ചെയ്യുന്നു, ഹൈലൈറ്റ്സ് കംപ്രസ് ചെയ്യുന്നു. ഇങ്ങനെ എൻകോഡ് ചെയ്യുന്ന രീതിക്കാണ് ലോഗ് എൻകോഡിങ്. ഇങ്ങനെയാണ് ലോഗ് പ്രൊഫൈൽസ് ഒരു ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽസ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളിത് ഡിസ്കസ് ചെയ്തത് ബ്രൈറ്റ്നസ് ലെവൽസിൻ്റെ കേസിൽ മാത്രമാണ്. ഇത് ആക്ച്വലി ഒരു ലോഗ് പ്രൊഫൈൽ കളേഴ്സും കൂടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്തത്. ആ ഒരു ഡിഫറൻസാണ് നമ്മളിവിടെ കാണുന്നത്, ഈ കളേഴ്സിലുള്ള മാറ്റം. സോ നമ്മൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് കവർ ചെയ്തു. ഇനി അടുത്ത ടോപ്പിക്, എന്തുകൊണ്ട് ഈ പ്രൊഫൈൽസിന് ലോഗ് എന്നുള്ള പേര് വന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് ഷാഡോസ് ലിഫ്റ്റപ്പ് ചെയ്യണം, ഹൈലൈറ്റ്സ് പുൾ ഡൗൺ ചെയ്യണം. ഇതൊരു കാൽക്കുലേഷനാണ്. ഈ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ക്യാമറ യൂസ് ചെയ്യുന്നത് ഒരു ലോഗ് ഫോർമുലയാണ്. നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ലോഗ്. ഈ ലോഗ് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് സെൻസറിൽ വരുന്ന ബ്ലാക്ക് ടു വൈറ്റ് പോയിൻറ്റുകൾ സെൻസറിൽ
ഒരു ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് മുതൽ വൈറ്റ് വരെയുള്ള പോയിൻറ്റ്സ് ഉണ്ടാവും. ഇതിൽ ഓരോ പോയിൻറ്റുകളും ലോഗ് എൻകോഡിങ് ചെയ്ത് ഏത് പോയിൻറ്റിൽ കൊണ്ടുപോയി വെക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഓരോ ഫോർമുലകളാണ്. അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗ് ഫോർമുലാസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രൊഫൈലിന് ലോഗ് പ്രൊഫൈൽ എന്നുള്ള പേര് വരാൻ കാരണം. ഇനി ലോഗ് ഫോർമുലാസ് എങ്ങനെയാണ് ഓരോ ടോണൽ റേഞ്ചിലും, അതായത് ഷാഡോസിലും മിഡ് ടോൺസിൽ ഹൈലൈറ്റ്സിലൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കാം. ഒരു ലോഗ് ഫോർമുല ഏകദേശം എന്താ ഇതുപോലെ ആയിരിക്കും. ഇതെങ്ങനെയാണ് അപ്ലൈ ആവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒരു സീനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പോയിൻ്റ്. ഇത് ഷാഡോസ്, ഇത് മിഡ് ടോൺസ്, മിഡിൽ റേഞ്ചിൽ വരുന്ന ബ്രൈറ്റ്നസ് ലെവലുകൾ. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ഉണ്ട്, എക്സ്ട്രീംലി വൈറ്റ്, ഇവിടെയാണ് സണ്ണ് സ്കൈ പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് സ്കൈ എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത് നോക്കാം. സ്കൈ നല്ല ലൈറ്റ് വരുന്നുണ്ട്, സെൻസറിൽ ഹിറ്റ് ചെയ്യുന്നു. സെൻസറിൽ അത് മാക്സിമത്തിലാണ് ഹിറ്റ് ചെയ്തത്. അത് നേരെ ലോഗ് ഫോർമുല പാസ് ചെയ്യുമ്പോൾ 94 IRE, അതായത് ഈ ഒരു സ്കെയിലിൽ ബ്രൈറ്റ്നസിൻ്റെ സ്കെയിലിൽ 94 ഈ റേഞ്ചിലേക്ക് കൊണ്ടുവന്ന് മാപ്പ് ചെയ്യും. ഇനി ഷാഡോസിൽ എങ്ങനെയാണ് ഷാഡോസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഒരു 2% സെൻസറിന് റിസീവ് ചെയ്ത ഷാഡോ ഇൻഫോർമേഷൻസ് ലോഗ് എൻകോഡിങ് ചെയ്യുമ്പോൾ ഒരു 20 IREയിലേക്ക് കൺവേർട്ട് ചെയ്യും, അതായത് ഈ ഒരു റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് ഈ 18%ൻ്റെ ഒരു കൺവേർഷൻ എങ്ങനെയെന്ന് നോക്കാം. 18%ൽ റിസീവ് ചെയ്യുന്ന 18% റിഫ്ലക്റ്റൻസ് ഉള്ള ലൈറ്റുകൾ ലോഗ് എൻകോഡിങ് നടന്ന് 41 IREയിൽ കൺവേർട്ട് ചെയ്യും. ഇനി ഞാനിതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനിവിടെ ലോഗിലൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലോഗ് പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്തതാണ്. നേരത്തെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കേവിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇത് ശരിക്കും ലോഗിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇത് കളർ ചെക്കറാണ്. കളർ ചെക്കർ എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണം. എനിവേ ഞാനിതിൻ്റെ ഒരു ബേസിക് സംഗതി പറഞ്ഞുതരാം. അതായത് ഇത് ഹൈലൈറ്റ്സ് ആണ്, ഇത് മിഡ് ടോൺസ് ആണ്, ഇത് ബ്ലാക്ക് ലെവൽസ് ആണ്. ഓക്കെ, സോ ഇതിൽ ഈ പാച്ച് ഞാൻ എക്സ്പോസ് ചെയ്ത സമയത്ത് കറക്റ്റ് 18% ഗ്രേയിലാണ് എക്സ്പോസ് ചെയ്തത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പറ്റും. പരേഡിൽ 18% നമ്മളിവിടെ 18% 41 IREയിലേക്ക് റീമാപ്പ് ചെയ്യാനാണ് ലോഗിൻ്റെ കാൽക്കുലേഷൻസ്. ഇവിടെയുള്ള 18% പരേഡിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. 41ൻ്റെ തൊട്ട് മേലെ 41 ആ റേഞ്ചിലാണ് ഇത് മാപ്പായിട്ടുള്ളത്. സോ നമ്മളിത് കറക്റ്റ് ലൈറ്റപ്പ് ചെയ്ത് കറക്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേപോലെ കറക്റ്റായിട്ട് മാപ്പിംഗ് കിട്ടും. നമ്മൾ ലൈറ്റ് കുറക്കാനോ കൂട്ടാനൊന്നും പാടില്ല. കറക്റ്റായിട്ട് ഇതാണ് കറക്റ്റായിട്ടുള്ള എക്സ്പോഷർ. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 41 IREയിലേക്ക് ലോഗ് എൻകോഡിങ് ചെയ്ത് നമുക്ക് ലോഗ് വീഡിയോ ഇതേപോലെ ടോൺ കംപ്രസ് ചെയ്തെങ്കിലും 41 ആ റേഞ്ചിൽ വെച്ചു. ഹൈലൈറ്റ്സ് ഒക്കെ താഴ്ത്തി എല്ലാം ക്ലിയർ ആക്കി നമുക്ക് ഒരു കംപ്രസ്ഡ് റേഞ്ച് ആക്കി തന്നു. സോ നമ്മൾ 2 ടോപ്പിക്സ് കവർ ചെയ്തു. ലോഗ് പ്രൊഫൈൽസ് എങ്ങനെയാണ് ഇമേജസ് പ്രോസസ്സ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ലോഗ് എന്നുള്ള പേര് വന്നത്, ലോഗ് ഫോർമുലാസിനെ കുറിച്ച് നമ്മൾ നോക്കി. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSTനെ കുറിച്ചാണ്, കളർ സ്പേസ് ട്രാൻസ്ഫോം. നമ്മൾ ലോഗിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ നോർമലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കളർ സ്പേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യും. കളർ സ്പേസ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് സോണി ഗാമ3 സിനിന്ന് റെക്സ് 709 ഗാമ 2.4ലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇനി CST എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു നോഡ് ഇതിൻ്റെ മുന്നേ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ CST ഇവിടെയാണ്. ഈ നോഡിൽ ഇവിടെ വരെ നമുക്ക് റിസീവ് ചെയ്യുന്നത് ലോഗ് സിഗ്നൽസ് ആണ്. ഇത് ഞാൻ ഇനേബിൾ ചെയ്തിട്ടില്ല. ഇവിടെ ഞാനൊരു DCTL ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ DCTL എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ DCTL നമ്മുടെ എക്സിസ്റ്റിംഗ് ഇമേജിൽ, അതായത് ഈ ലോഗ് ഇമേജിൽ ഞാനൊരു ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ബ്ലാക്ക് മുതൽ വൈറ്റ് വരെയുള്ള പോയിൻ്റ് ഈ ഗ്രേഡിയൻറ്റിൽ നമുക്ക് കാണാം. നമ്മുടെ പരേഡ് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും, ബ്ലാക്ക് ടു വൈറ്റ് പോയിൻ്റ്. സോ ഈ ഒരു ഗ്രേഡിയൻറ്റ് നമ്മുടെ ലോഗ് ഇമേജിൻ്റെ മേലെ നമ്മൾ വെച്ചു. ഇനി നമുക്ക് CST ഇനേബിൾ ചെയ്ത് നോക്കാം. എന്ത് മാറ്റമാണ് ഈ ഒരു സംഭവത്തിന്, ഈ ഒരു ഗ്രേ പാച്ചിന് വരാൻ പോകുന്നത്. ഓക്കെ, ഗ്രേഡിയൻറ്റിന് വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഷാഡോസ് ലിഫ്റ്റ് ഡൗൺ ആവുകയാണ്, ഹൈലൈറ്റ്സ് മുകളിലേക്ക് പോയി, ഷാഡോസ് ലിഫ്റ്റ് ഡൗൺ ആയി. നേരത്തെ നമ്മൾ ലോഗിൽ എൻകോഡ് ചെയ്ത സമയത്ത് നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്. ലോഗ് ക്യാമറ എൻകോഡ് ചെയ്ത സമയത്ത് ഷാഡോസ് ലിഫ്റ്റപ്പ് ചെയ്തു, ഹൈലൈറ്റ്സ് താഴ്ത്തി. നമ്മൾ CST അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ലോഗ് ഫോർമുലേൻ്റെ റിവേഴ്സ് കാൽക്കുലേഷൻ.
ഈ റിവേഴ്സ് കാൽക്കുലേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ CST നമ്മുടെ ഷാഡോസ് ലിഫ്റ്റ് ഡൗൺ ചെയ്യുന്നു, നമ്മുടെ ഹൈലൈറ്റ്സ് പുള്ളപ്പ് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ലോഗ് സ്റ്റേറ്റ് ഇമേജ് നോർമലായിട്ട് കാണാൻ പറ്റുന്നത്. ഐ ബിലീവ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ നോളജ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Thank you.